അത്തച്ചമയ ഘോഷയാത്ര പുലിമേളങ്ങളോടെ, വാദ്യഘോഷങ്ങളോടെ, വലിയ വലിയ എടുപ്പുകളോടെ, വലിയ പൂക്കാവടികളോടെ ഒക്കെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ ദേവരൂപങ്ങളും അസുരരൂപങ്ങളും എല്ലാം അണിനിരക്കുന്നുണ്ട്. വാദ്യഘോഷത്തിനൊപ്പം ചുവട് വെച്ചാണ് അവയൊക്കെ മുന്നോട്ട് പോകുന്നത്. വിവരങ്ങളുമായി അത്തഘോഷയാത്രയുടെ നഗരിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് രാഗിൻ. എല്ലാ കാഴ്ചകളും കണ്ണിനിമ്പം നൽകുന്നതാണ്, അത്രമേൽ മനോഹരമാണ്. തൃശ്ശൂരിലെ റൗണ്ടിൽ മാത്രം കാണാൻ നമ്മൾക്ക് കണ്ടു ശീലിച്ചിട്ടുള്ള പുലികളൊക്കെ അവിടെയുണ്ട്, തെയ്യമുണ്ട്, തിറയുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ പൂക്കാവടികളുടെ അകമ്പടിയുണ്ട്. എല്ലാം ചേരുന്ന വലിയ ആഘോഷം തന്നെ മുന്നോട്ട് പോവുകയാണ്. ഘോഷയാത്ര നഗരം കീഴടക്കി കഴിഞ്ഞോ? ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നു. അത്തം നഗറിൽ നിന്ന് ഘോഷയാത്ര പുറത്തേക്ക് പോയിട്ടുണ്ട്. വലിയ സൂചിപ്പിച്ചതുപോലെ വർണ്ണശബളമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. കാഴ്ചകളൊക്കെ കണ്ടോ മാവേലി? അതെ, കാഴ്ചകൾ കാണാൻ വേണ്ടി ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നും അത്തച്ചമയം കാണാൻ വേണ്ടിയാണ് വന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞാൻ പ്രോഗ്രാമായിട്ട് പോകാറുണ്ട്. എന്നെ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരും വിളിച്ചൊന്നുമില്ല. എങ്കിലും എനിക്കിതിൽ പങ്കെടുക്കണമെന്നൊരാഗ്രഹം, അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ വന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. നല്ലതായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയുണ്ട് ഈ കാഴ്ചകളൊക്കെ? പ്രോഗ്രാമൊക്കെ നല്ല പ്രോഗ്രാമായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മഴ കാരണം എല്ലാവർക്കും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. മഴയൊന്നും ഈ ആഘോഷത്തെ ഒരു തരത്തിലൊക്കെ മഴയൊന്നും ബാധിച്ചിട്ടേ ഇല്ല. ആൾക്കാരൊന്നും മഴ നനഞ്ഞും കൊണ്ട് തന്നെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാനത്തെ വിവിധ കലാരൂപങ്ങളൊക്കെ തന്നെ ഇവിടെ സംഗമിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇത് വേറെ എവിടെയും കാണാൻ കഴിയില്ല ഈ കാഴ്ച? ഇല്ലില്ല. ഇത് തിരുവനന്തപുരത്ത് സമാപന സമ്മേളനത്തിന് ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ വരാറുണ്ട്. ഓണം വാരാഘോഷത്തിന് ലാസ്റ്റ് ദിവസം. അതിപ്പോൾ ഈ വർഷം ഉണ്ടാവില്ല. ഈ അത്തച്ചമയ ഘോഷയാത്രയോടുകൂടി ഓണാഘോഷങ്ങൾക്ക് ഒരു തുടക്കമാവുകയാണ്. അതെ, ഓണത്തോടിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന് എല്ലാ സ്ഥലങ്ങളിലൊന്നും ഗംഭീരമായ പരിപാടിയൊന്നുമില്ല. ഈ വർഷം തന്നെ എനിക്ക് 5 പ്രോഗ്രാം വന്നിട്ട് എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന 5 പ്രോഗ്രാമും ക്യാൻസലായി പോയി. നിരാശയുണ്ട് മാവേലിക്ക്? അതിൽ 100% നിരാശയുണ്ട്. കാഴ്ചകൾ നടക്കുകയാണ്. വലിയ വർണ്ണശബളമായിട്ടുള്ള ഘോഷയാത്ര തന്നെയാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ആരവം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബവുമൊക്കെയായി തന്നെ പലരും എത്തുന്നു. പലരും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു. കാരണം മാവേലിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ തന്നെ പലരും എത്തിക്കൊണ്ടിരിക്കുന്നു. പലരും ഇപ്പോൾ കണ്ടില്ലേ, വിളിക്കുകയാണ്. ഓരോരുത്തരും വിളിച്ച് ഫോട്ടോ എടുക്കുന്നു. കാരണം ഇത്തരം കാഴ്ചകളൊക്കെ തന്നെ ഇവിടെ കാണാൻ കഴിയും. അതൊക്കെ തന്നെ അനുഭവിക്കാൻ കഴിയുന്ന വർഷത്തിലെ ഒരു ദിവസമാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയം. ഈ ആഘോഷത്തോടു കൂടി ഓണാഘോഷങ്ങൾക്ക് തുടക്കമാവുകയാണ്. അത്തം 10 പൊന്നോണം എന്നാണ് പറയുന്നത്. ഇനി മലയാളിക്ക് ഓണാഘോഷത്തിൻ്റെ നാളുകളാണ്. ഓരോ ഇടത്തും അത്തരത്തിലുള്ള കലാരൂപങ്ങൾ, അതിൻ്റെ പ്രകടനങ്ങൾ, അതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഓണക്കാലത്തിലേക്ക് വീണ്ടും മലയാളികൾ എത്തുന്നു. അതിൻ്റെ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ അത്തച്ചമയ ഘോഷയാത്ര അത്തം നഗറിൽ നിന്ന്, അതായത് തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇനി പോകുന്നത് ഈ നഗരം ചുറ്റുകയാണ്. നഗരം ചുറ്റി വിവിധയിടങ്ങളിൽ, അതായത് സ്റ്റാച്യു ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ നിന്നും തിരിച്ച് ഇവിടെ വന്ന് അവസാനിക്കും. അങ്ങനെയാണ് ഈ ഒരു അത്തച്ചമയ ഘോഷയാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഏകദേശം 60ഓളം നാടൻ കലാരൂപങ്ങളുണ്ട്. വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ആളുകളൊക്കെ തന്നെ ഈ കലാരൂപങ്ങളിൽ പങ്കാളികളാകുകയാണ്. അത്തരത്തിൽ നിരവധി പേർ ഇവിടെ എത്തുകയാണ് എന്നതാണ് വ്യക്തമാകുന്നത്. നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? വരാറുണ്ടോ എല്ലാ വർഷം? എല്ലാ പ്രാവശ്യം വരാറുണ്ട്. ഒരുപാട് കാഴ്ചകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടോ? കണ്ടോണ്ടിരിക്കുന്നു കുട്ടികളുണ്ട്. ഇപ്രാവശ്യം എങ്ങനെയുണ്ട് ഈ നാടൻ കലാരൂപങ്ങളൊക്കെ? എങ്ങനെ? കൊള്ളാം, എല്ലാം കൊള്ളാം. കഴിഞ്ഞതിലും നല്ല ഇതുണ്ട്.
അങ്ങനെ ഒരുപാട് ഫാമിലി, അതായത് കുടുംബവുമായി ഒരുപാട് പേർ ഇവിടെ എത്തുന്നുണ്ട്, ഇത്തരത്തിൽ കാഴ്ച ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ കാഴ്ച ആസ്വദിച്ച് അവർ മടങ്ങിപ്പോവുകയാണ്. അത്തരം ഒരു സുന്ദരമായിട്ടുള്ളൊരു നിമിഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പേർ ഈ അത്തം നഗറിൽ ഇപ്പോൾ വരികയും അതോടൊപ്പം തന്നെ അത്തച്ചമയ ഘോഷയാത്ര കാണുന്നതിനൊക്കെ തന്നെയായി അവർ റോഡിലേക്കൊക്കെ തന്നെ ഇറങ്ങി നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഓരോ കാവടികളും കടന്നു പോകുമ്പോൾ എത്രത്തോളം മനോഹരമായ കാഴ്ചയാണ് എന്നുള്ളത്. അതിനൊപ്പം തന്നെ വർണ്ണാഭമായ വേഷവിധാനങ്ങൾ ധരിച്ച മനുഷ്യർ കൂടിയുണ്ട് ആ ആഘോഷത്തിന്റെ ഭാഗമാകുന്നത്.